രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നാൽ കൃഷ്ണ വേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നാൽ മന്ത്രവേണുഭൂതി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം മന്ദഹാസപുഷ്പം ചൂടും സാന്ദ്രചുംബനമേകും സുന്ദരാംഗരാഗം തേടും ഹൃദയഗീതം മൂളും മന്ദമന്ദം എന്നെ പുൽകും ഭാവഗാനം പോലെ ശാരദേന്ദു പൂക്കും രാവിൽ സോമതീരം പോകും പാടുവാൻ മറന്നുപോയ പൊന്മയൂരമാകും പാടുവാൻ മറന്നുപോയ ഇന്ദ്രവീണയാകും ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം ഗരി സ സ സ സ സരി ധ ധ ധ സരി ഗരി പ മ ഗ ഗരി സ സ സ സ സരി ധ ധ ധ സരി ഗരി പ മ ഗ ഗ മ ധ ധ ധ സ ധ പ മ മ ഗ പ മ ഗരി ഗ മ ഗ പ പ ഗ മ ധ ധ സ ധ പ മ മ ഗ പ മ ഗരി ഗ മ ഗ പ പ ഗ മ പ സ സ സ നി സ പ പ പ പ നി പ നി പ ഗ രി ഗ മ പ സ സ സ നി സ പ പ പ മ പ നി പ മ ഗ മ രി ഗ സ പ ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നാൽ കൃഷ്ണ വേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നാൽ മന്ത്രവേണൂതി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. ഹന ചേച്ചി സൂപ്പറായിരുന്നു കേട്ടോ. ചേച്ചി ഇതിന്റെ വിഷ്വല് കണ്ടോ ഈ പാട്ടിന്റെ? എന്നിട്ട് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു. ഡാൻസ് ഒക്കെ കണ്ടോ? ഡാൻസ് ഈ സിനിമ കണ്ടിട്ടുണ്ടോ? പണ്ട് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് എത്ര വർഷം മുന്നേ? ഒരു 25. അല്ല പിന്നെ അതങ്ങനൊന്നും ഓർമ്മയില്ല. എനിക്ക് ഇങ്ങനത്തെ സിനിമ ഒന്നും മനസ്സിൽ നിൽക്കാറില്ല. വെരി ഗുഡ് മോളെ. പിന്നെ എങ്ങനത്തെ സിനിമയെ മനസ്സിൽ നിൽക്കാറുള്ളത്? അടി കുത്ത് വെട്ട് പണ്ട് കണ്ട ഓർമ്മയുള്ള ഒരു സിനിമ പറഞ്ഞേ. ത്രില്ലർ ആണോ അടികപ്പിയാരെ കൂട്ടമണി?
അതിൽ ഉദാത്തമായ ഗാനങ്ങളുണ്ട്. എന്റെ മാവും പൂത്തേ നിന്റെ മാവും. അയ്യോ, അത് ഞാനും അനിയത്തി എപ്പോഴും വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. ആണോ? ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു മോളെ. വെരി ഗുഡ് വെരി ഗുഡ്. രണ്ടുപേരുടെ മാവ് പൂക്കട്ടെ. അതെ. എങ്ങനത്തെ സിനിമകളാ ഇഷ്ടം ഹനക്ക്? എനിക്ക് കോമഡി, ഹൊറർ പേടിയാ. ആണോ? ഹൊറർ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ലവ് സ്റ്റോറി, കണ്ടിട്ടുണ്ട്. ഏതാ കണ്ടേ? ലവ് സ്റ്റോറി, ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ ഇഷ്ടമാണ്. പ്രേതപ്പടം, പ്രേതമാണോ പ്രേമമാണോ ഇഷ്ടം? പ്രേതം. അല്ല ഹൊറർ ഇഷ്ടമല്ലെന്നല്ലേ ഹൊറർ ഇഷ്ടമല്ല. അല്ല, പക്ഷെ പ്രേമത്തിനേക്കാൾ നല്ലത് പ്രേതമാണ്. ക്രിഞ്ചിനെക്കാട്ടിലും നല്ലത് ഹൊററാണ്. ഓക്കെ, ചോദിക്കാം. റംജി സാർ. ഹനാന സർ, പാട്ട് നന്നായിട്ട് പാടി, എക്സെപ്റ്റ് ലാസ്റ്റ് മറ്റേ പല്ലവി ഉണ്ടല്ലോ, അതിനകത്ത് കുറെ സംഗതികളുണ്ട്, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി. പിന്നെ മോക്ക് ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഭവം ഞാൻ കണ്ടത് ബ്രത്ത്. നമുക്ക് നെല്ല് സംഭരണിയുണ്ട്, വെള്ളം സംഭരണിയുണ്ട്, ശ്വാസ സംഭരണിയും കൂടെ മോളുണ്ടാക്കണം. കാരണം ഓരോ വരികളും ശാരദേന്ദു, പൂക്കും, രാവിൽ, സോമതീരം, പൂക്കും, ഇതെല്ലാം കട്ട് ചെയ്ത് ഒരു 300 കട്ട് പീസസ് ആയിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒറ്റ ലൈനിൽ പാടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബ്രത്ത് വേണം. അതിനെന്ത് ചെയ്യണം? എക്സസൈസ് കൊണ്ടൊന്നുമല്ല, അതിന് യോഗ ചെയ്യണം. യോഗ നമ്മൾ കുറച്ചു നേരം ശ്വാസം പിടിച്ചു വെച്ചിട്ട് വിടുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ശകലം കിട്ടും. അപ്പൊ അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പിന്നെ ഈ സ്വരത്തിനകത്ത് സെക്കൻഡ് ഹാഫ് അതൊന്ന് പാടാൻ പറ്റുമോ? അത് ഒരുപാടിട്ട് കടുപ്പിച്ച് കളഞ്ഞു. അങ്ങനെ വരാതെ നോക്കണം എന്നാ പറഞ്ഞു. അടുത്ത് നടത്താല് കുഴപ്പമുണ്ടോ? അപ്പൊ ഒരു സുഖമില്ലേ കേൾക്കാൻ? അങ്ങനെ പാടി നോക്കി. അങ്ങനെ അപ്പൊ ഒരു സുഖമുണ്ട്. അടുത്ത് ആ സൂയിപ്പിക്കേ. നെക്സ്റ്റ് അങ്ങനെ ഉണ്ടോ? ഓക്കെ. ഇത്രയും കടുപ്പിക്കാതെ കുറച്ചൊന്ന് ലൈറ്റർ ആക്കിയാൽ കൊള്ളായിരുന്നു കേട്ടോ. ലാസ്റ്റ് പല്ലവി ഒന്ന് വെറുതെ പാടിയേര്, നല്ല കൃത്യമായിട്ട് പാടും. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നായി കൃഷ്ണവേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്രവേണു ഓക്കെ മോളെ, അത് സംഗതികളൊക്കെ ഒന്ന് പഠിച്ചോണം കേട്ടോ. മോടെ പാട്ടില് ഒരു ഇന്നസെൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ ശബ്ദത്തിൽ എന്തോ ഒരു സുഖമുണ്ട് ആ ശബ്ദം കേൾക്കാൻ. ചിലപ്പം എനിക്ക് അറിഞ്ഞൂടാ, എന്റെ മനസ്സ് പറയുന്നു ഉടനെ എന്റെ മോളൊരു സിനിമയെ പാടുമെന്ന്. പാടിയോ? ഇവിടെ തന്നെ വൈറലായി ഹന പാടി സിനിമ. 2 സിനിമ പാടി സാർ. രണ്ടാമത്തെ സിനിമ അതൊന്നും അറിയാതെ പറഞ്ഞത്. മസ്കാര എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാ. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി, ഞാൻ പറഞ്ഞു. എന്തായാലും 2 അല്ല 2000 പടത്തിൽ പാടാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടട്ടെ. ഗോഡ് ബ്ലെസ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഷാനിക നന്നായിട്ട് പണി. ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഇന്നസെൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലത്തെ പാട്ടുകൾ മോള് ഫസ്റ്റ് ടൈമാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്?
ഇതേപോലെ ചെറുതായിട്ട് സാമ്യമുള്ള വാർമുകിലെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടിയായിരുന്നു. അത് പാടിയായിരുന്നു അല്ലേ? അതെ, അത് പാടിയായിരുന്നു. അതിന് നല്ല മാർക്ക് കിട്ടിയായിരുന്നു. ഇല്ല, അന്ന് എന്നെ എല്ലാരും ഏറി കയറ്റി. അല്ലേ? ഓക്കെ. അത് ഇന്ന് ഞാൻ എടുത്തു കൊണ്ടുവന്നു. അതെ, ഏറി കയറിയതാ. എയറിൽ കയറുന്ന ശബ്ദമാണ്. ഭൂമിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഏറിൽ നിന്നിട്ട്? നമ്മളിവിടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്നൊരു അനൂപ് എന്തൊരു നീളാടാ അത്. അതെ, എന്ന് പറഞ്ഞപ്പോ തന്നെ അത് തന്നെ ഏറി കയറി. അതാ മോള് പാടി നല്ല ക്യൂട്ടായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്നസെൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചുകൂടെ സ്റ്റഡി ആവാം എന്ന് തോന്നി. കാരണം കുറെ ഇങ്ങനെ ഒരു ഷിവറിങ് പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ അടുത്ത് ഹനയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടല്ലോ അല്ലേ? ഹനയും ഫായിസും ഉണ്ടായില്ലേ? രണ്ടുപേരും കൂടെ ഉണ്ടായില്ലേ? ആ, ഹനിയും ഫായിസും ഉള്ള ഒരു ഇന്റർവ്യൂ എങ്ങനെ വന്നു? അത് ആ നൂഡിൽസ് വൈറലായ സമയം ഒരു ഇന്റർവ്യൂ. ആ നൂഡിൽസ് വൈറലായ സമയത്തായിരുന്നു അത് വിളിച്ചത്. ഓഹോ എന്തല്ലേ? അതിനുശേഷം വീണ്ടും എയറിലായിരുന്നു. ഇന്റർവ്യൂ വന്നതിന് ശേഷം നീ എപ്പോ വന്ന് താഴെ നിൽക്കും കുഞ്ഞെ? അല്ലാതെ ഇന്റർവ്യൂ വന്നതിന് ശേഷം എന്തിനാ എയറിലായി? അതിനകത്ത് പല്ല് തേക്കുന്നതിനെ പറ്റി ഞാൻ എന്തോ പറഞ്ഞു. പല്ല് തേക്കുന്നതിനെ പറ്റി എന്താ പറഞ്ഞത്? അത് ഞാന് തേക്കാറില്ലാതാണോ? തേക്കാറില്ല എന്നല്ല, പല്ല് ഞാൻ തേക്കാറുണ്ട്. അപ്പം അതിന് കുറച്ച്, അതായത് എന്റെ അറിവില് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ക്ലീൻ ആയിട്ട് അല്ല, എനിക്കൊരു ബോധ്യം വരത്തില്ല ഓരോ പല്ലും ക്ലീൻ ആണ് അങ്ങനെ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവര് വിചാരിച്ചു ഞാൻ കുറെ സമയം എടുത്ത് തേക്കുന്ന പോലെ വിചാരിച്ചു. അപ്പം എന്റെ അടുത്ത് ചോദിച്ചു എന്നാലും എത്ര മിനിറ്റ് എടുക്കും? അപ്പൊ ഞാൻ 5 മിനിറ്റ് ഒന്നും പറഞ്ഞില്ല, അത് വലിയൊരു തള്ളായി പോത്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു 2 മിനിറ്റിലൊക്കെ കഴിയുമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവര് അത് വേറെ രീതിയിലാണ് എടുത്തത്. ഏത് രീതിയിലാണ് എടുത്തത്? ഞാന് കൊറേ നേരം എടുക്കുമെന്ന്. അല്ല, ഹന പല്ല് വെച്ചിട്ട് തുപ്പി കളയോ വിഴുങ്ങോ? തുപ്പും. ഇവന്റെ ഒരു പ്രശ്നമില്ല, ആ ഇന്റർവ്യൂ ഒരു പ്രശ്നമില്ല. അപ്പം പിന്നെ എനിക്ക് തോന്നിയത് മോളെ ലിറിക്കിന് കുറച്ച് ക്ലാരിറ്റി ആവാം. കുറെ ഭാഗങ്ങളൊക്കെ ഒരു ഒന്ന് പതിഞ്ഞു പോകുന്നുണ്ട്. എനിക്കൊന്നത് ഓവർ ഡൈനാമിക്സ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം കുറെ ലിറിക് ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് പതിഞ്ഞു പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നല്ല ഇന്നസെൻസ് ഉണ്ടായിരുന്നു മോള്, നല്ല രസം ഉണ്ടായിരുന്നു പാടുന്നത് കേൾക്കാനൊക്കെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ശരത് സർ. ഹനേ സർ, നല്ല ഉഗ്രം പാട്ട് മോനെ, സൂപ്പർ പാട്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ല, തുടക്കത്തിൽ തന്നെ അത് ആരാ ചെയ്തതെന്ന് കാണിച്ചു തരുന്ന വിധത്തിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ഹന നന്നായിട്ട് പാടി. എന്നിട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഹനെ. ആ പകർനാടും അതെങ്ങനെയാ പാടുന്നേ? ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർനാടും. അതിനൊരു ക്ലാരിറ്റി എന്താണ് അങ്ങനെ കേൾക്കുന്നത്? അതെന്താണ് പാടുന്നത്? അതിനൊരു ക്ലാരിറ്റി, അത് എനിക്ക് സ്ലോ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ? അപ്പൊ അത് ആ ക്ലാരിറ്റി ഒരു അതിനകത്ത് പകർനാടെന്നുള്ള സ്ഥലത്ത് ഒരു ഹകാരം വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. അത് എനിക്ക് വയ്യാട്ടാണ് ഇവിടെ കൊണ്ട് അത് വരരുത് കേട്ടോ. അങ്ങനല്ല വരണ്ട, പകർനാടും അത്രേ ഉള്ളൂ. എനിക്ക് അതുപോലെ ഈ ഭാവഗാനം പോലെ ഒന്ന് പാടിത്തരാമോ? അത് കുറച്ചും കൂടെ അത് മതി, അതിന് ക്ലാരിറ്റി വേണം. പിന്നെ സ്വരം പാടിയൊക്കെ രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ അണ്ണൻ ഇപ്പൊ പാടിച്ചില്ലേ ലാസ്റ്റ് പല്ലവി ആയിരുന്നു കുറച്ച് ഡാമേജിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഈ ഇഷ്ടം എന്നോട് അതിനൊക്കെ ഒരു ക്ലാരിറ്റി. അപ്പൊ അത് ശരിയായിക്കൊള്ളൂ, അത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം. ചേച്ചി ഹനപ്പെണ്ണേ നന്നായി പാടി ഡാർലിംഗ്, വെരി നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതില് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ആകാരം ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതന്നെ ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ മോള് പാടുമ്പോൾ ഇപ്പോഴും ആ ആകാരം കൃത്യമായിട്ട് വരുന്നില്ല. അതൊന്ന് ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോഴായാലും അത് വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, കാരണം അതൊരു മെയിൻ ഘടകമാണ്. ഏത് പാട്ട് എടുത്തു കഴിഞ്ഞാലും മോളുടെ ടോണിനെ അത് ബാധിക്കും. എനിക്ക് അതാണ് മെയിനായിട്ട് തോന്നിയത്. അല്ലാതെയുള്ള ചില സസ്റ്റെയിൻ നോട്ട്സ് ഫിനിഷ് ആവുമ്പോഴത്ത് മോളുടെ ശ്വാസം പ്രോബ്ലം വരുന്നത് കൊണ്ട് ആ ഫിനിഷിങ്ങിലുള്ള അക്ഷരവും കേൾക്കുന്നില്ല. പാടുന്ന സാധനവും അക്ഷരവും എല്ലാം
തീർന്നു പോവാണ്. അപ്പം ശ്വാസം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുകൊണ്ട് വരുന്ന ചെറിയ ശ്രുതി പ്രശ്നങ്ങളും ഉണ്ട്. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആണ് മോള്. ചാലഞ്ചിങ് സോങ്ങിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ നടന്നില്ല. എന്നിട്ടും തളരാതെ അത് വീണ്ടും എടുത്തുകൊണ്ട് വന്നു, ഇവിടെ പാടി. അതാണ് അതിന്റെ ഹൈലൈറ്റ്. നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടാണ്. നല്ല പാട്ട് മോളെ. സെലക്ഷൻ മോള് നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് പഠിച്ച് കൂടുതൽ പഠിക്കുന്തോറും നന്നായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ഓർക്കസ്ട്ര സൂപ്പറായിരുന്നു. ആ തബ്ല ആഹാ മനോഹരം, ബ്യൂട്ടിഫുൾ, എല്ലാം എല്ലാം ബ്യൂട്ടിഫുൾ. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സർ 8.8. താങ്ക് യു സർ. ഷാനിക്ക സെയിം 8.8. ഓക്കെ. ചേച്ചി ഹനപ്പെണ്ണെ 8.8 മാർക്സ്. താങ്ക് യു മാം. ശരത് സർ വാവ്, അതെന്തൊരു മുദ്ര. നൈസ് സർ. ഓക്കെ, സോ ടോട്ടൽ 26.4. എന്റെ പാറു അവിടെ നിക്ക് പാറു. ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ അവിടെ ഒരാളിരുന്ന് ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ആയിരുന്നു. അത് ചേച്ചി എക്സ്പ്രഷൻ, ചേച്ചി എക്സ്പ്രഷൻ ഇട്ടാ ഞാൻ എക്സ്പ്രഷൻ ഇട്ടേ. എനിക്കിത് ഈ പാറുവോ? പാറു പെണ്ണിന്റെ ഒരു നൃത്തം എനിക്ക് ഈ പാട്ടിനോടൊത്ത് കണ്ടാ കൊള്ളാന്നൊരാഗ്രഹമുണ്ട്. ചേച്ചി എക്സ്പ്രഷൻ ഇട്ടിട്ടല്ലേ ഞാൻ എക്സ്പ്രഷൻ ഇട്ടേ. എന്നാലെന്താ ചൂട് പിടിച്ച് കളിച്ചു തുടങ്ങിയില്ല അവിടുന്ന്. ഇനി അത് ബാക്കി കാണാൻ എനിക്കൊരു അത് ആഗ്രഹം. കുഴപ്പമില്ല പാറു, അധികം സംസാരിച്ച് സമയം കളയണ്ട, തുടങ്ങിക്കോളൂ. അതിന് തുടങ്ങട്ടെ. എന്തായാലും ചെയ്യണം എന്നറിയാലോ. ആ, അപ്പൊ പിന്നെ അതൊക്കെ ചെയ്തു. അതല്ല, അവള് തന്നെ മഞ്ചരി അടുത്ത് പറഞ്ഞ് പറയിച്ചത്. It's all acting. ഒരിക്കലും അല്ല, ശരി, come on. ഒരിക്കലും അല്ല. Hey, babies. പാടും. Orchestra ആന babies. പാടും. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നായി കൃഷ്ണവേണുവോടി ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്രവേണുവോടി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. പാറു, wonderful, wonderful. Oh, ഭയങ്കര fantastic. ഗ്രേസ് ആയിരുന്നു മോളെ. അസാധ്യടാ. ആസാദി ഗ്രേസ്. ശ്ശോ. Superstar